നമുക്കൊപ്പം ഇപ്പോൾ സനൽ പി തോമസ് ചേരുകയാണ്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട സ്പോർട്സ് എഴുത്തുകാരനാണ് സനിൽ. ശ്രീ സനൽ പി തോമസ്, നമുക്ക് കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെടുന്നു എന്നൊക്കെ നമ്മൾ ആലങ്കാരികമായി പറയുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ അത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. 100 ഗ്രാമിന്റെ അകലത്തിൽ അയോഗ്യയാക്കപ്പെടുകയാണ് വിനേഷ് ഫോഗട്ട്. അതെ, വളരെ വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ്. വളരെ സന്തോഷത്തോടെയാണ് ഇന്നലെ എല്ലാവരും മത്സരം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിയെന്ന് പറയും. രാവിലെ എഴുന്നേറ്റപ്പോഴും അതിന് മെഡൽ നേടുന്നത്, സ്വർണം തന്നെ വിനേഷിന് കിട്ടണം എന്ന് ആഗ്രഹിച്ചു, കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇവിടെ 100 ഗ്രാമിന്റെ വ്യത്യാസമാണ് സംഭവിച്ചത്. സാധാരണഗതിയിലെ ഔദ്യോഗികമായിട്ടുള്ള വെയിറ്റ് നോക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് കോച്ചും എല്ലാം നേരത്തെ ഒരു പരിശോധന നടത്തിയിട്ടാണ് വിടുന്നത്. ഇവിടെ എന്താണ് പറ്റുന്ന അറിയത്തില്ല. വിനേഷിനെ സംബന്ധിച്ചിടത്തോളം വിനേഷ് റിയോ ഒളിമ്പിക്സിൽ ക്വാർട്ടറിൽ പരാജയപ്പെട്ട് നമുക്കറിയാം സ്ട്രെച്ചറിലാണ് അവസാനം വിനേഷിനെ അന്ന് അവിടുന്ന് കൊണ്ടുപോകുന്നത്. കാൽമുട്ടിന് വേദനയായിട്ട് വേദന കൊണ്ട് പൊളയുന്ന ഒരു വിനേഷ് സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് പോകുന്നത് നമ്മൾ കണ്ടതാണ്. അവിടെ അന്ന് 48 കിലോയിലാണ് മത്സരിച്ചിരുന്നത്. പിന്നീട് അത് 53 കിലോയിലേക്ക് മാറിയിരുന്നു. ഇത്തവണ പറ്റിയെന്ന് വെച്ചാൽ ഇത്തവണ ക്വാളിഫയിങ് മത്സരങ്ങളിൽ, അതായത് ഇന്ത്യൻ റെസ്ലിംഗ് ഫെഡറേഷൻ നടത്തിയ ക്വാളിഫയിങ് മത്സരങ്ങളിൽ 53 കിലോയിൽ 50 കിലോയിൽ 2 ഇനത്തിൽ വിനേഷ് മത്സരിച്ചു. അതിനെതിരെ പലരും പരാതിയൊക്കെ പറഞ്ഞിരുന്നു. അവസാനം 50 കിലോയിലേക്ക് വിനേഷ് പിന്മാറി. കാരണം അമിത് പങ്കലിന് 53 കിലോയിൽ ഒളിമ്പിക്സ് യോഗ്യത കിട്ടിയപ്പോഴത്തേക്ക് രണ്ടിലേക്ക് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ പിന്മാറുകയാണ് ചെയ്തത്. അപ്പം കുറെ കാലമായിട്ട് ഈ 50 കിലോയിലേക്ക് തന്റെ വെയിറ്റ് കേന്ദ്രീകരിച്ച് വിനേഷ് ആണെങ്കിൽ ഒരു സർജറി, ഈ സമരത്തിനൊക്കെ ശേഷം ഋജുഭൂഷൺ ശരൺ സിംഗിനുള്ള സമരത്തിനൊക്കെ ശേഷം കാൽമുട്ടിന് ശസ്ത്രക്രിയ ശേഷം വിശ്രമിച്ചതിന് ശേഷമാണ് തിരിച്ച് മടങ്ങിയെത്തിയിരിക്കുന്നത്. അത് പൂർവാധികം കരുത്തോടെയാണ് മടങ്ങിയത്. അപ്പോൾ അത് വിനേഷ് 50 കിലോ അവർ മെയിൻറ്റെയിൻ ചെയ്ത് ഇത്ര നാളും വരികയായിരുന്നു. എന്തുകൊണ്ടാണ് അവസാന നിമിഷത്തിൽ ഈ 100 ഗ്രാം കൂടിപ്പോയത് എന്നുള്ളത് ഇതാണ്. പക്ഷേ ഇന്ന് സാധാരണഗതിയിലുള്ള നമ്മളൊരു ന്യായമായ ഒരു രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്നലെ വെയിറ്റ് ഓരോ ദിവസം മത്സരത്തിന് മുമ്പ് വെയിറ്റ് നോക്കും. ഇന്നലെ വെയിറ്റ് നോക്കിയപ്പോൾ 50 കിലോ താഴെ ആയിരുന്നു. അപ്പോൾ ഇന്നലെ പ്രീ ക്വാർട്ടർ ജയിച്ചു, ക്വാർട്ടർ ജയിച്ചു, സെമി ജയിച്ചു. അങ്ങനെ വെള്ളി മെഡലിന് അർഹത. അപ്പോൾ ആ വെള്ളി മെഡൽ എങ്ങനെ നഷ്ടപ്പെടും എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇന്നലെ ഒരു ഫൈനലിൽ കടന്നു. ഫൈനലിൽ മത്സരിക്കാനുള്ള യോഗ്യതയെല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളി കിട്ടേണ്ടതല്ലേ. ഇതിനൊരു ശ്രീ സനൽ പി തോമസ്, ഞങ്ങളുടെ സ്പോർട്സ് കൈകാര്യം ചെയ്യുന്ന വിനേഷ് കുഞ്ഞിരാമനോടും ഇതേ കാര്യം ചോദിച്ചിരുന്നു. താങ്കൾക്ക് കുറച്ചുകൂടി വ്യക്തത വരുത്താൻ കഴിയുമല്ലോ. അതായത് ഓരോ മത്സരത്തിന് മുൻപും ഭാരപരിശോധനയുണ്ടല്ലോ, വെയിറ്റിൻ ഉണ്ട്. അപ്പോൾ ആ വെയിറ്റിനിൽ സെമി വരെ യോഗ്യതയോടുകൂടി മത്സരിക്കുകയും വെള്ളി ഉറപ്പാക്കുകയും ചെയ്തയാളാണ്. ഇനിയിപ്പോൾ മത്സരിക്കുന്നത് സ്വർണത്തിന് വേണ്ടിയാണ്. ആ മത്സരത്തിന് മാത്രമാണ് അയോഗ്യത വരിക, അതോ ഇതുവരെ കൊണ്ടുവന്ന ഈ നേട്ടങ്ങളെല്ലാം, അതായത് വെള്ളി വരെ എത്തിയ ഈ നേട്ടങ്ങൾ എല്ലാം അവർക്ക് നഷ്ടപ്പെടുമോ? അതാണ് ഇപ്പോൾ അറിയാത്തത്. സാധാരണഗതിയിൽ ഏഷ്യൻ ഗെയിംസ്, ഒളിമ്പിക്സ്, കോമൺവെൽത്ത് ഗെയിംസിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ അയോഗ്യത, ഇപ്പം നമ്മൾ ട്രാക്ക് ഇവന്റിലൊക്കെ ആണെങ്കിൽ മത്സരിക്കുമ്പോഴത്തെ ചിലപ്പോൾ ഫോൾസ് സ്റ്റാർട്ട് എന്നൊക്കെ പറഞ്ഞ് അയോഗ്യത വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഇത്ര മിനിറ്റിനുള്ളിൽ ഏഷ്യൻ ഗെയിംസിനൊക്കെയാണ് $100 അടച്ചുകൊണ്ട് പരാതി കൊടുക്കണം. ഫെഡറേഷൻ ഔദ്യോഗികമായിട്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി പരിശോധിക്കും. അങ്ങനെ നമുക്ക് കഴിഞ്ഞ ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിലും മെഡൽ കിട്ടിയതാണ്. അപ്പോൾ അത്തരം ഇത് സ്വാഭാവികമായിട്ടും ഒളിമ്പിക്സിൽ ഉള്ളതാണ് അത്തരം ഇത്. അപ്പം അത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, മറ്റേ ഫെഡറേഷൻ ഇതിനകത്ത് കൊടുക്കാൻ അവകാശമില്ല. ഒളിമ്പിക് അസോസിയേഷൻ ആണ് കൊടുക്കുന്നത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ആണ് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യേണ്ടത്. അവരെന്ത് ചെയ്തു എന്ന് നമുക്കറിയത്തില്ല. അവിടുന്ന് അവരുടെ ഒരു പത്രക്കുറിപ്പ് മാത്രമാണ് ഇങ്ങനെ അയോഗ്യതയാക്കപ്പെട്ടു എന്നുള്ള വിവരം. സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സാധനം. പ്രത്യേകിച്ച് റെസ്ലിംഗില് ഒളിമ്പിക്സിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ, അപ്പീൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എതിരാളിക്ക് ഒരു പോയിന്റ് കൂടുതൽ കൊടുക്കുന്ന ഒരു നിയമമാണ് ഇതിനകത്തുള്ളത്. ഇന്നലെ തന്നെ നമുക്കെതിരെ കൊടുത്ത അപ്പീല്, ക്വാർട്ടർ ഫൈനലിൽ കൊടുത്ത അപ്പീല് പരാജയപ്പെടുത്തപ്പെട്ടപ്പോഴത്തേക്കാണ് സ്കോർ 3-2. അതുവരെ 2-2 ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു നെഗറ്റീവ് ഇത് റെസ്ലിംഗിനകത്ത് ഇവിടെ ഉണ്ട്. അപ്പൊ അത്തരം വല്ല നിയമം ഇതിനകത്ത് ബാധകമാണോ എന്ന്, കാരണം ഇങ്ങനത്തെ സാധനം സംഭവിക്കുന്നതല്ല ഇത് ഓവർ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 50 കിലോ എന്നുള്ള സാധനം 49 കുറച്ചാണ് എപ്പോഴും എല്ലാവരും നിൽക്കുന്നത്. എന്താണ് പറ്റുന്നത്? അതാണ് ശ്രീ സനൽ പി തോമസ്. ഇപ്പോൾ 53 കിലോ കാറ്റഗറി ആണെങ്കിൽ 52.5 മുകളിലേക്ക് പോകില്ല. 50 ആണെങ്കിൽ 49.5, അതിന് താഴേക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക. എപ്പോഴും ഒരു 500 ഗ്രാമിന്റെ ഏറ്റക്കുറച്ചിലുകൾ, ഭക്ഷണം കഴിക്കുന്നതിൻ്റെയൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് അങ്ങനെയാണ് താരങ്ങൾ വെയിറ്റ് മാനേജ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ 100 ഗ്രാം പ്ലസ് ആവുകയാണ്. കഴിഞ്ഞ സെമി ഫൈനൽ വരെ ഉണ്ടാകാത്ത ഒന്ന് ഒരു രാത്രി കൊണ്ട് അത്രയും കരുതൽ എടുത്തിട്ടും സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ന് രാത്രി നടക്കേണ്ടിയിരിക്കുന്ന ഈ സാറ ഹിൽബ്രാൻഡ്. അത് ശരിക്കും സുസാക്കിയെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വിനേഷിന് ഒരു എതിരാളി പോലുമല്ല. നിഷ്പ്രയാസം സ്വർണ്ണത്തിലെത്താൻ കഴിയുന്ന ഒരു മത്സരമായിരുന്നില്ലേ? തീർച്ചയായിട്ടും. കാരണം വിനേഷ് ഫോഗട്ടിനെ സംബന്ധിച്ചുള്ള ആദ്യ റൗണ്ട് പ്രീ ക്വാർട്ടർ, വിനേഷിന് ഇത്തവണ ഫീഡിംഗ് ഇല്ല എന്ന് ഓർക്കണം. വിനേഷിന് ഈ കാൽമുട്ടിന്റെ സർജറി കാരണം കുറെ മത്സരങ്ങൾ, ഇന്റർനാഷണൽ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്, പോയിന്റ് കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഫീഡിംഗ് ഇല്ല. അതായത് അമിത് പങ്കലിന് 4ാം സീഡാണ് അമിത് പങ്കൽ. അവരുടെ ഡ്രോ കുറച്ചുകൂടി ലൈറ്റ് ആണ്. ഇവർക്ക് അതുകൊണ്ടാണ് ഇത്രയും
ഹാർഡ് കോർ എതിരാളിയെ ഫസ്റ്റ് ഇതിൽ തന്നെ കിട്ടേണ്ടി വരും. അതായത് 4 തവണ ലോക ചാമ്പ്യനായി നിലവിൽ റെയിനിങ് ഒളിമ്പിക് ചാമ്പ്യനായിട്ടുള്ള വർഷങ്ങളായിട്ട് പരാജയം അറിയാത്ത ഒരു ജാപ്പനീസ് താരത്തിനെ ആദ്യ റൗണ്ടിൽ പരാജയപ്പെടുത്തുന്ന ചെറിയ കാര്യമില്ല. അതോടുകൂടി ശരിക്കും പറഞ്ഞാൽ വിനേഷ് ജയിച്ച് കഴിഞ്ഞിരുന്നു. ബാക്കിയുള്ളതൊന്നും നമുക്കറിയാം. ബാക്കിയൊക്കെ ഏതാണ്ട് ഏകപക്ഷീയമായിട്ട് തന്നെയാണ് മുന്നോട്ട്. ക്വാർട്ടറും സെമിയൊന്നും അത്ര ഇത് 5-0 ഓർക്കണം സെമി ജയിച്ചത്. അപ്പോൾ ഒരു എതിരാളിയല്ല. ഫൈനലിൽ എതിരാളി എങ്ങനെ പോയാലും സ്വർണ്ണത്തിനകത്ത് ഇല്ലെങ്കിൽ തന്നെ വെള്ളി ഉറപ്പാണല്ലോ സ്വാഭാവികമായിട്ടും. വെള്ളി ആണെങ്കിൽ തന്നെ അതൊരു നേട്ടമാണല്ലോ.